ഡിജിറ്റൽ ടെക്നിക്കൽ സർവകലാശാലകളിൽ മാത്രമല്ല കേരളത്തിലെ മറ്റുള്ള സർവകലാശാലകളിലും സ്ഥിരം വൈസ് ചാൻസലർ ഇല്ല. സംസ്ഥാനത്തെ ഒരു സർവകലാശാല ഒഴികെ മറ്റെല്ലായിടങ്ങളിലും താൽക്കാലിക വിസിമാരാണ് ഉള്ളത്. ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ സ്ഥിരം വിസിയായ കേരള ആരോഗ്യ സർവകലാശാലയിൽ മാത്രമാണ് സ്ഥിരം വിസി നിയമനമുള്ളത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കെടുകാര്യസ്ഥത വിളിച്ചോതുന്നതാണ് സർവകലാശാലകളുടെ അവസ്ഥ. കേരളത്തിൽ 14 സംസ്ഥാന സർവകലാശാലകളുണ്ട്. ഇവയിൽ കേരള, മഹാത്മാഗാന്ധി, കാലിക്കറ്റ്, കണ്ണൂർ എന്നീ 4 സർവകലാശാലകൾ പൊതുവായ സ്വഭാവത്തിലുള്ളതും നിരവധി അഫിലിയേറ്റഡ് കോളേജുകൾ ഉള്ളവയുമാണ്. നിലവിൽ ഈ 4 സർവകലാശാലയ്ക്കും സ്ഥിരം വിസിയില്ല. കേരള സർവകലാശാല താൽക്കാലിക വിസി മോഹനൻ കുന്നുമ്മൽ കേരള ആരോഗ്യ സർവകലാശാല സ്ഥിരം വിസിയാണ്. സ്ഥിരം വിസിയുള്ള ഏക സർവകലാശാലയും ആരോഗ്യ സർവകലാശാലയാണ്. നിർദ്ദിഷ്ട വിഷയമേഖലകളിൽ പ്രത്യേക കോഴ്സുകൾ നടത്തുന്ന മറ്റ് സർവകലാശാലകളിൽ ഒന്നിലും സ്ഥിരം വിസിയില്ല. അതായത് ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല, തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം സർവകലാശാല, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, കേരള കാർഷിക സർവകലാശാല, കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാല, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ്, കേരള സാങ്കേതിക സർവകലാശാല എന്നിവ സ്ഥിരം വിസി ഇല്ലാത്ത സർവകലാശാലകളാണ്. കേരളത്തിലെ ഏക ഓപ്പൺ യൂണിവേഴ്സിറ്റിയായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയും രാജ്യത്തെ ആദ്യത്തേത് എന്ന് അവകാശപ്പെടുന്ന ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലും സ്ഥിരം വിസിയില്ല. പക്ഷേ ഡിജിറ്റൽ ടെക്നിക്കൽ സർവകലാശാലകൾ പോലെ സർക്കാർ മറ്റ് സർവകലാശാലകളിലെ താൽക്കാലിക വിസിമാരെ മാറ്റാനായി കോടതിയിൽ പോകില്ല. നിയമസഭ പാസാക്കിയ സർവകലാശാല നിയമ ഭേദഗതി ബിൽ ഗവർണറുടെ അംഗീകാരം നേടി നിയമമാകാതെ സ്ഥിരം വിസിക്കായുള്ള നീക്കവും സർക്കാർ നടത്തില്ല. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം.